Good morning to all. Today we discussed about procedure regarding conduct of election to the society. സൊസൈറ്റിയിലെ എങ്ങനെയാണ് ഒരു എലക്ഷൻ നടക്കുന്നതെന്നുള്ള പ്രൊസീജിയറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരുന്നതാണ് പ്രൊസീജിയർ റിഗാർഡിങ് കണ്ടക്ട് ഓഫ് എലക്ഷൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. സോ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഒരു എലക്ഷൻ്റെ പ്രൊസീജിയർ. സോ അതുകൊണ്ട് അതിൻ്റേതായ ഇമ്പോർട്ടൻസിൽ തന്നെ നിങ്ങളിത് പഠിക്കുക കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് എലക്ഷൻ. റൂൾ നമ്പർ 35 lays down the elaborate procedure regarding the conduct of election the committee of society. റൂൾ നമ്പർ 37 നമ്മുടെ എലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ച് ലേ ഡൗൺ ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 28 subsection 1, the general body is a competent to elect the members to the committee other than the nominated members. There is a reference to the respect of section 29 subsection 1 and subsection 5 also. The election of the members of the committee should held or before the expiry of the term of office of the existing committees unless the term is extended to the registrar or valid reasons. അതായത് അക്കോർഡിംഗ് ടു സെക്ഷൻ 28 സബ്സെക്ഷൻ 1 പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലക്ഷൻ വർക്ക് നടത്തുമ്പോൾ ഒന്നില്ലെങ്കിൽ നോമിനേറ്റഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ എലക്റ്റഡ് മെമ്പേഴ്സിനെയാണ് നമ്മൾ ഈ ജനറൽ ബോഡിയിൽ നമ്മൾ എലക്ട് ചെയ്തെടുക്കുന്നത്. ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചിട്ടാണ് നമ്മൾ എലക്ഷൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ സെക്ഷൻ 29 സബ്സെക്ഷൻ 1 and 5 ഓൾസോ നമ്മുടെ അടുത്ത് എലക്ഷൻ്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് തന്നെയാണ് ലേ ഡൗൺ ചെയ്യുന്നത്. എലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പ്, അതായത് നോർമലി 5 years ആണ് എലക്ഷൻ. അതായത് നമ്മുടെ നോർമൽ എലക്ഷൻ ഇല്ല, അതേപോലെ തന്നെ 5 years തന്നെയാണ് മെമ്പേഴ്സിൻ്റെ കാലാവധി. എലക്ട് ചെയ്യുന്ന മെമ്പേഴ്സിൻ്റെ കാലാവധി 5 years ആണ്. ആ മെമ്പേഴ്സിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നെക്സ്റ്റ് എലക്ഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് പറയുന്നത്. അത് ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് ഈ 5 years എന്നുള്ളത് കൂട്ടിക്കൊടുക്കാനായിട്ട് പറ്റും. മീൻസ് 5 എന്നുള്ളത് 6 അല്ലെങ്കിൽ എന്തെങ്കിലും നീക്കങ്ങൾ വരുത്താനായിട്ട് പറ്റും വിത്ത് ദ സ്പെഷ്യൽ റെഫറൻസ് ടു രജിസ്ട്രാർ വിത്ത് എ വാലിഡ് റീസൺ. രജിസ്ട്രാർ മുഖേന എന്തെങ്കിലും വാലിഡ് റീസൺ രജിസ്ട്രാർക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾക്ക് ഈ ഇലക്ഷൻ്റെ എക്സ്പയറി ഡേറ്റ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് സെക്ഷൻ 28 and 29 പറയുന്നത്. അപ്പം നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് വൺ പറയുന്നതാണ് ഡിസിഷൻ ടു കണ്ടക്ട് എലക്ഷൻ. ദാറ്റ് മീൻസ് എന്താണ് ഡിസിഷൻ ടു കണ്ടക്ട് എലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ എലക്ഷൻ നടത്താമെന്നുള്ളൊരു ഡിസിഷൻ ടേക്ക് ചെയ്യുന്നതിനെയാണ് ഡിസിഷൻ ടു കണ്ടക്ട് എലക്ഷൻ പറയുന്നത്. റൂൾ നമ്പർ 35 subsection 1 provides that before the expiry of the term the committee has to meet at least 60 days in the advance and decide the date and place of the general body to elect the committee members. This decision is to be communicated to the registrar with a week by registered post. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു എലക്ഷൻ നടത്താനായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യാണ്. സോ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് മെമ്പേഴ്സിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ഡേറ്റ് കഴിയുന്നതിനേക്കാളും 60 ദിവസം മുന്നേ തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഈ എലക്ഷനെ കുറിച്ചുള്ള ഡിസിഷൻ ടേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് നമ്മൾ ജനറൽ ബോഡിയിലാണ് നമ്മൾ മെയിനായിട്ട് എലക്ഷൻ നടത്തുക. സോ ജനറൽ ബോഡി എവിടെ വെച്ച് ഏത് പ്ലേസിൽ ഏത് ഡേറ്റിൽ കണ്ടക്ട് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്യുക. അതാണ് ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഈ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് വിത്തിൻ എ വീക്കിനുള്ളിൽ നമ്മൾ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്തിരിക്കണം. ഇന്ന ദിവസം ഞങ്ങൾ ഇലക്ഷൻ നടത്താനായിട്ട് തീരുമാനിച്ചു എന്നുള്ളത് അറിയിക്കാനായിട്ട് ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് രജിസ്ട്രാർക്ക് 1 വീക്കിനുള്ളിൽ തന്നെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഡിസിഷൻ ടു കണ്ടക്ട് എലക്ഷനിൽ പറയുന്നതാണ് പ്രീവിയസ് മെമ്പേഴ്സിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിനും 60 ദിവസം മുന്നേ തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് നെക്സ്റ്റ് ഇലക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് നമ്മൾ ജനറൽ ബോഡി മീറ്റിങ്ങിലാണ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സോ എവിടെ വെച്ച് നമ്മൾ ജനറൽ ബോഡി നടത്തണം, ഏത് ഡേറ്റിൽ ജനറൽ ബോഡി നടത്തണം എന്നുള്ള ഡിസിഷനൊക്കെ ടേക്ക് ചെയ്യുന്നത് ഈ ടൈമിലാണ്. അതേപോലെ നമ്മൾ ഇലക്ഷൻ നടത്താനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ 1 വീക്കിനുള്ളിൽ തന്നെ രജിസ്ട്രാർക്ക് ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കണം. ഇന്ന ദിവസം എലക്ഷൻ നടത്താമെന്നുള്ളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെന്നും അറിയിച്ചുകൊണ്ട് നെക്സ്റ്റ് പറയുന്നതാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് റിട്ടയറിംഗ് ഓഫീസർ. അപ്പോയിൻമെൻറ്റ് ഓഫ് റിട്ടയറിംഗ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലക്ഷൻ നടത്തുന്നത് ഒരു റിട്ടയറിംഗ് ഓഫീസിൻ്റെ
അണ്ടറിലായിരിക്കും നമ്മൾ എലക്ഷൻ പ്രൊസീജിയേഴ്സ് നടത്തുക. സോ ഇതിൻ്റെ അത് പറയുന്നത് അക്കോർഡിംഗ് ടു സബ് റൂൾ 2 on receipt of the resolution the registrar has a appoint a retiring officer to conduct the election. The registrar is a competent to fix the remuneration for him. The retiring officer soon will be take necessary step for election. The committee of the society is expected to render necessary help to retiring officer. That means sub rule 2 പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ ആണ് ഒരു റിട്ടയറിംഗ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് കണ്ടക്ടിങ് എലക്ഷൻ. നെക്സ്റ്റ് പറയുന്നത് ഈ രജിസ്ട്രാർ തന്നെയായിരിക്കും ഈ റിട്ടയറിംഗ് ഓഫീസർക്കുള്ള റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്. അതേപോലെ എലക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ നെസസറി സ്റ്റെപ്സും ടേക്ക് ചെയ്യുന്നത് ഈ റിട്ടയറിംഗ് ഓഫീസറായിരിക്കും. അതേപോലെ കമ്മിറ്റി മെമ്പേഴ്സ് ഈ റിട്ടയറിംഗ് ഓഫീസർക്ക് എല്ലാവിധ നെസസറി ആയിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും പ്രൊവൈഡ് ചെയ്യേണ്ടതും ഈ കമ്മിറ്റി മെമ്പേഴ്സാണ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഓഫ് റിട്ടയറിംഗ് ഓഫീസറിൽ പറയുന്നത് റിട്ടയറിംഗ് ഓഫീസർക്കാണ് എലക്ഷൻ്റെ എല്ലാവിധ ഡ്യൂട്ടീസും ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത്. തേർഡ് സ്റ്റെപ്പ് പറയുന്നതാണ് ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടീസ്. ദാറ്റ് മീൻസ് എന്താണ്, നമ്മളൊരു ഇലക്ഷൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടീസ് നമ്മൾ ഇഷ്യൂ ചെയ്യണം. അതാണ് ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടീസിൽ വരുന്നത്. സബ്സെക്ഷൻ 3 പ്രൊവൈഡ്സ് ദാറ്റ് വൺ ഓഫ് ദ ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് റിട്ടയറിംഗ് ഓഫീസർ ടു ഇഷ്യൂ ദ ഇലക്ഷൻ നോട്ടീസ്. ദാറ്റ് മീൻസ് റിട്ടയറിംഗ് ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ നോട്ടീസ് ഇഷ്യൂ ചെയ്യാന്നുള്ളതാണ് ആളുടെ ഫസ്റ്റ് ഡ്യൂട്ടി. ദാറ്റ് മീൻസ് ഡീറ്റെയിൽസ് ഓഫ് ഇലക്ഷൻ ഷുഡ് ബി ഇൻറ്റിമേറ്റഡ് ടു ഓൾ ദ മെമ്പേഴ്സ് either in a person or by post under the certificate of posting. A copy of intimation shall also be affixed on the notice board of the society. If there is a provision in bylaws, it will be sufficient to publish notice in a daily newspaper having a wide circulating in the area. That means എന്താ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എലക്ഷൻ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെമ്പേഴ്സിനെ അതിൽ ഇൻവൈറ്റ് ചെയ്ത്, അതായത് മെമ്പേഴ്സിനെ അറിയിക്കാനായിട്ട് എല്ലാ മെമ്പേഴ്സിനും ബൈ പോസ്റ്റ് വഴി ഈ ഇഷ്യൂ നോട്ടീസ് നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ നോട്ടീസ് ബോർഡിൽ ഈ കോപ്പി, അതായത് നമ്മുടെ എലക്ഷൻ നോട്ടീസ് ഇഷ്യൂ ചെയ്തതിൻ്റെ ഒരു കോപ്പി സൊസൈറ്റിയുടെ നോട്ടീസ് ബോർഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ബൈലോസ് പ്രകാരം നമ്മളുടെ ഡെയിലി ന്യൂസ് പേപ്പറിൽ, അതായത് നമ്മുടെ ഏരിയ സൊസൈറ്റി ഏത് ഏരിയയിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ മെമ്പേഴ്സ് ഏത് ഏരിയയിലാണോ ഉള്ളത് ആ ഏരിയയിലെ ന്യൂസ് പേപ്പറിൽ വൈഡ്ലി സ്പ്രെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ന്യൂസ് പേപ്പറിൽ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റും കൂടി പ്രൊവൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് നമ്മുടെ ഈ ഇഷ്യൂ നോട്ടീസിൻ്റെ ഒരു കോപ്പിയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഈ ന്യൂസ് പേപ്പറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ ഈ നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വേണ്ടതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നതാണ് നമ്പർ ഓഫ് വേക്കൻസീസ് ടു ബി ഫിൽഡ് അപ്പ് ബൈ ദ എലക്ഷൻ. ദാറ്റ് മീൻസ് നമ്മുടെ എലക്ഷന് എത്ര വേക്കൻസീസ് ആണ് ഉള്ളത്, എത്ര സീറ്റിലേക്കാണ് എലക്ഷൻ നടത്തുന്നത് എന്നുള്ള കാര്യം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. സെക്കൻഡ് വൺ പറയുന്നതാണ് ഏരിയ സ്പെസിഫൈഡ് ഇൻ ദ ബൈലോസ് ഫ്രം വിച്ച് ദ മെമ്പേഴ്സ് ആർ ടു ബി ഇലക്റ്റഡ്. ദാറ്റ് മീൻസ് ഏത് ഏരിയയിലാണ് നമ്മൾ എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ മാള കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ മാള ഏരിയയിൽ, ഇപ്പോൾ സോ ഏത് ഏരിയ ആണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നതാണ് ഡേറ്റ്, പ്ലേസ് ആൻഡ് അവേഴ്സ് ബിറ്റ്വീൻ വിച്ച് nomination paper shall be filed with the contesting candidate or his proposer or seconder. That means നമ്മൾ എന്നാണ് എലക്ഷൻ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഡേറ്റ്, പ്ലേസ്, അതേപോലെ തന്നെ നോമിനേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട ഡേറ്റ്, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഡേറ്റ് ആൻഡ് അവേഴ്സ് വെൻ നോമിനേഷൻ പേപ്പർ വിൽ ബി സ്ക്രൂട്ടനൈസ്ഡ്. ദാറ്റ് മീൻസ് നമുക്ക് ഒരുപാട് നോമിനേഷൻ കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ ഡേറ്റും അതേപോലെ തന്നെ നമ്മുടെ കിട്ടിയിരിക്കുന്ന നോമിനേഷൻ പേപ്പേഴ്സ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത് അതിൽ നിന്ന് നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്യുമല്ലോ, അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് സെലക്ട് ചെയ്യില്ലേ, അതിനനുസരിച്ച് സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന ഡേറ്റും അതേപോലെ ടൈമും അതിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഈ നോമിനേഷൻ കൊടുത്തത് വിഡ്രോ ചെയ്യാനുള്ള ഡേറ്റ് എന്താണെന്നുള്ളത്, ലാസ്റ്റ് വിഡ്രോയിങ് ഡേറ്റ് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഡേറ്റ്, പ്ലേസ്, അവേഴ്സ് വിച്ച് ദ പോളിംഗ് വിൽ ബി ടേക്ക് പ്ലേസ് എന്നാണ് ഇലക്ഷൻ നടത്തുന്നത്, അതിൻ്റെ ഡേറ്റ്, പ്ലേസ്, ടൈമും കൂടിയും ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയാണ് ഇലക്ഷൻ നോട്ടീസിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇലക്ഷൻ നോട്ടീസിൽ പറയുന്നത് റിട്ടയറിംഗ് ഓഫീസറിൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടിയാണ്. അതേപോലെ തന്നെ ഇങ്ങനെ ഇലക്ഷൻ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ നോട്ടീസ് ബോർഡിൽ ഒരു കോപ്പി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ
മെമ്പേഴ്സിന് അറിയിക്കാനായിട്ട് നമ്മുടെ ലോക്കൽ ന്യൂസ് പേപ്പേഴ്സിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ്, അതായത് ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്തതായിട്ട് അറിയിച്ചിരിക്കണം. അതേപോലെ തന്നെ മെമ്പേഴ്സിന് പോസ്റ്റ് വഴി നമ്മുടെ ഈ നോട്ടീസ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അതിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടൻറ്റാണ് നമ്മുടെ ഇഷ്യൂ ഓഫ് നോട്ടീസിൽ ഉണ്ടാവേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ പറയുന്നതാണ് എത്ര വേക്കൻസീസ് ആണ് ഉള്ളതെന്നുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഏത് ഏരിയയിലാണ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതെന്നുണ്ടായിരിക്കണം. പിന്നെ ഡേറ്റ്, പ്ലേസ്, ടൈം, അതായത് എന്നാണ് നമ്മുടെ നോമിനേഷൻ പേപ്പർ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് അതുണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ നോമിനേഷൻ പേപ്പർ ഏത് ഡേറ്റ് ഏത് ടൈമിലാണ് അത് സ്ക്രൂട്ടനൈസ് ചെയ്യണമെന്നുണ്ടായിരിക്കണം. ലാസ്റ്റ് ഡേറ്റ് ഓഫ് വിഡ്രോവൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഡേറ്റ് പ്ലേസ് ആൻഡ് ടൈം ഫോർ ദ പോളിംഗ് നടക്കുന്ന ഡേറ്റും പ്ലേസും ടൈമും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പബ്ലിക്കേഷൻ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ്. അതാണ് നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പിൽ പറയുന്നത് പബ്ലിക്കേഷൻ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ്. ദാറ്റ് മീൻസ് നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ഒരു പബ്ലിക്കേഷൻ നമ്മൾ നടത്തുന്നത്. അതാണ് അതിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് പറയാം, ദ കമ്മിറ്റി ഓഫ് ദ ഓഫീസ് ഷുഡ് ബി പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ക്വാളിഫൈഡ് ടു വോട്ട് അറ്റ് ദ ഇലക്ഷൻ ആസ് സ്റ്റുഡ് ഓൺ ദ ഡേറ്റ് ഓഫ് 60 days period to the date of fix or the poll of the supply of the say. The retiring officer within a 35 days period to the date fixed for the election. ദാറ്റ് മീൻസ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു 60 days കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറായിട്ട് 60 days കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് മാത്രമേ ഇലക്ഷനിൽ പങ്കെടുക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് നമ്മൾ പറയും. ദാറ്റ് മീൻസ് അവർക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇഷ്ടംപോലെ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതിനകത്ത് ക്വാളിഫൈഡ് മെമ്പറും നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെമ്പേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ക്വാളിഫൈഡ് മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കുക. അതാണ് ഫസ്റ്റത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ക്വാളിഫൈഡ് ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കണം. ദാറ്റ് മീൻസ് അവർ 16 days കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ പേഴ്സൺസിനെയാണ് നമ്മൾ ക്വാളിഫൈഡ് പേഴ്സൺസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത്, in this list is called preliminary voters list and it should be published not less than 20 days period to the date of election on the notice board of the head office of the society at its branch. That means എന്താണ്, ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് എടുക്കുന്നെന്ന് പറഞ്ഞില്ലേ, ക്വാളിഫൈഡ് ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മൾ എടുക്കും. ഇങ്ങനെ എടുക്കുന്ന ലിസ്റ്റിനെ പറയുന്നതാണ് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ്. ദാറ്റ് ഈസ് നമ്മൾ ഫസ്റ്റ് ടേക്ക് ചെയ്യുന്നത്. അതാണ് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മുടെ ഹെഡ് ഓഫീസിൽ, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിൽ. അതേപോലെ തന്നെ ഇതിൻ്റെ ബ്രാഞ്ചിൽ 20 days മുന്നേ ആയിട്ട് നമ്മുടെ ഈ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നോട്ടീസ് ബോർഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് അതേപോലെ തന്നെ എന്തെങ്കിലും ഒബ്ജക്ഷൻസോ നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒബ്ജക്ഷൻസോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അത് ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത്. He has a invite objection if any the matter from the members within a 7 days of the date of publication. The list shall specify the number, name, full address. After considering the objection, the retiring officer has to publish the final list of the notice board not less than 10 days period to the date fixed by the poll. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു, ഇങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിൽ അതിൻ്റെ ബ്രാഞ്ചസിലൊക്കെ നമ്മൾ ഈ ഇലക്ഷൻ ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്തു പറഞ്ഞു. അങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒബ്ജക്ഷൻസോ കാര്യങ്ങളോ വരണ്ടോ എന്ന് നോക്കാം. വിത്തിൻ 7 days എന്തെങ്കിലും ഇത് പബ്ലിഷ് ചെയ്തിട്ട് വിത്തിൻ 7 days എന്തെങ്കിലും ഒബ്ജക്ഷൻസോ കാര്യങ്ങളോ വരാണെന്നുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചുള്ള സ്റ്റെപ്സ് ടേക്ക് ചെയ്യും. ദാറ്റ് മീൻസ് അവരുടെ നമ്പേഴ്സോ അല്ലെങ്കിൽ അതായത് മെമ്പേഴ്സിൻ്റെ അക്കൗണ്ട് നമ്പർ, ഫുൾ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അവരെ റിജക്റ്റ് ചെയ്യേണ്ട പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ അവരെ റിജക്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രിലിമിനറി ലിസ്റ്റിൽ നിന്ന് എന്തെങ്കിലും ഒബ്ജക്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്തുകൊണ്ട് പുതിയ ഒരു സ്റ്റെപ്പ്, അതായത് ഫൈനൽ ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അത് നമ്മൾ പോളിംഗ് നടക്കുന്നതിന് 10 ദിവസം മുന്നേ നോട്ടീസ് ബോർഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ കോപ്പി നമ്മൾ മെമ്പേഴ്സിന് ലിസ്റ്റ് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. കോപ്പി ഓഫ് ദ ലിസ്റ്റ് ഷുഡ് ബി സപ്ലൈഡ് ടു ദ മെമ്പേഴ്സ് ഓൺ പേയ്മെൻറ്റ് ഓഫ് ഫീ പ്രിസ്ക്രൈബ്ഡ്. ദാറ്റ് മീൻസ് നമ്മൾ മെമ്പേഴ്സിന് ഈ ലിസ്റ്റ്
സപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് പബ്ലിക്കേഷൻ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ പബ്ലിക്കേഷൻ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. അതായത് 16 ഡേയ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കംപ്ലീറ്റ് ചെയ്ത മെമ്പേഴ്സിന് മാത്രമേ വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ബ്രാഞ്ചസിൽ ഈ നോട്ടീസ് ബോർഡിൽ ഇത് 20 ദിവസം മുന്നേ നമ്മളിത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ഒബ്ജക്ഷൻസോ കാര്യങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ, അതായത് വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ എന്തെങ്കിലും ഒബ്ജക്ഷൻസോ കാര്യങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ലിസ്റ്റ് ഒന്നും കൂടി റിന്യൂ ചെയ്യും. ദാറ്റ് മീൻസ് ഒബ്ജക്ഷൻസ് കാര്യങ്ങളുണ്ടായതൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ലിസ്റ്റ്, ദാറ്റ് ഈസ് ഫൈനൽ ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യും. അത് നമ്മുടെ പോളിംഗ് നടക്കുന്നതിലും 10 ഡേയ്സും മുന്നേ ആയിട്ടായിരിക്കും നമ്മൾ ഈ ലിസ്റ്റ് നോട്ടീസ് ബോർഡിൽ അറ്റാച്ച് ചെയ്യുക. അതേപോലെ തന്നെ ഈ ലിസ്റ്റ് നമ്മുടെ മെമ്പേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യും. ഇത്രയാണ് പബ്ലിക്കേഷൻ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രൊസീജിയർ റിഗാർഡിങ് ഇലക്ഷനിൽ 4 സ്റ്റെപ്സാണ് പറഞ്ഞത്. ഇത്തിരി കുറച്ച് വലിയ ലോങ് ആയിട്ടുള്ള സ്റ്റെപ്സാണ് ഉള്ളത്. സോ ഇത് മിസ് 4 സ്റ്റെപ്സാണ് പറഞ്ഞത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ 4 സ്റ്റെപ്പ് പറഞ്ഞു. ഫസ്റ്റ് വൺ പറഞ്ഞത് ഡിസിഷൻ ടു കണ്ടക്ട് എലക്ഷൻ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് അപ്പോയിൻറ്റിംഗ് ഓഫ് റിട്ടയറിംഗ് ഓഫീസർ. ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ഇഷ്യൂ ഓഫ് എലക്ഷൻ നോട്ടീസ് ആൻഡ് ദ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് പബ്ലിക്കേഷൻ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ്. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കേണ്ടത് ഇതാണ്: വാട്ട് ആർ ദ ഫസ്റ്റ് 4 സ്റ്റെപ്സ് ഇൻ എലക്ഷൻ പ്രൊസീജിയർ. അപ്പോൾ ഇത് മിസ്സിനെ അയച്ച് സെൻഡ് ചെയ്ത് തരാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.